ഓം തസ്സത്. കടലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ ഇന്ന് നിത്യപാരായണ അധ്യാത്മരാമായണം അധികായപദം മുതലാണ് ആരംഭിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യസൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനത്തോടുകൂടി ഇന്നത്തെ നിത്യപാരായണം ആരംഭിക്കുകയാണ്. ശ്രീരാമ ധ്യാന ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിരഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽക്കാലം വന്നിച്ചു വന്ധ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഓം തത്സത്. ശ്രീ അധ്യാത്മരാമായണം നിത്യപാരായണം അധികായപദം മുതലാണ് ഇന്ന് പാരായണം ആരംഭിക്കുന്നത്. ഓം തത്സത്. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വലുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ. മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഖിന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു തുശിരസും. ഉന്നതനായൊരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹു ദേവം മഹോദരനും മഹാപാർശ്വനും. മത്തനും മത്തനൊരുമിച്ചതിൽ ശക്തിയേറിയിടും നിശാചര വീരന്മാർ. 8 പേരും സമരത്തിലും പെട്ടു. ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാൻ. ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി ചീടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാം. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതും കൊണ്ടുപോയി കൊള്ളിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരീവരൻ വരും. പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളം പൂക്കോടെടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളം. അന്തകൻ വീട്ടിലാക്കിയിടിന സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ. കൊല്ലുന്നിതാശു കവിവരന്മാരെയും. ഓം ശ്രീകൃഷ്ണ. നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂക്കി ക്ഷണാന്തരെ. വാരണവാചീരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസ വീരരും. വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിരു പലതായൊഴിക്കുന്നതും. അന്തമില്ലാത്ത കബന്ധങ്ങളും പല തന്തികെ നൃത്തമാടി തുടങ്ങി. ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതീ രൂക്ഷതയോടു മടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലെടുത്തപ്പോൾ
അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുകൾ ഭംഗം വരുത്തി മപുരത്താക്കിനാൻ. ദേവാന്തകനും ബലികവുമായി വന്നു ദേവേന്ദ്രപുത്രനായനോടേറ്റിതു. വാരണമേറി മഹോദര വീരനും തേരധീരേതി ശിരസ്സു മണിഞ്ഞിതു. മൂവരോടും പൊരുതിനാണങ്കരൻ ദേവാദികളും പുറത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീരനും വണ്ടി വന്നാശു തുണച്ചാരതോ നേരം. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും ശിരസിൻ കലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വനൻ നേരം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനും മരിച്ചാൽ കവി എതിർത്തതി സത്വരം. വിശ്വേക വീരനദികായനൻ നേരം അശ്വങ്ങളായിരം കൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചുമില്ലും ധരിശസ്ത്രജ്ഞനത്യർത്ഥമുദ്ധത ചിത്തനാൻ. യുദ്ധത്തിനായി ചുരുഞ്ഞാണൊലിയുമിട്ടു നെട്ടഞ്ചര ശ്രേഷ്ഠപുത്രനോടടുത്തപ്പോൾ നിൽക്കലുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൾ പൊങ്ങിച്ചു വണ്ടി തുടങ്ങിനാൽ. സാമർത്ഥ്യമേറിയുള്ളവരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കുമ്പിലോ തക്ഷണി പ്രത്യമുഖങ്ങളായി വീണുമോ. ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുത ദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു പഞ്ചുകം ഉണ്ടതു കൊണ്ടിവനേക്കയില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിനി ബ്രഹ്മാസ്ത്രമേത ഇവൻ തന്നെ വധിക്കനീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടുവിന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നുപാലിക്കും ജഗത്രയം രാഘവ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും പൂർവജൻ തൻപദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്നിച്ചു. ഉത്തര സംഭവ ബാണം പ്രയോഗിച്ചു. തൽക്ഷണം കണ്ഠം മുറിച്ചാലതു നേരം ഭൂമോപതിച്ചോരതികായ മസ്തകം ആമോദം കൊണ്ടെടുത്തു കവികുലം. രാമാതികെ വെച്ചു കൈതൊഴുതിടിനാൻ. ആമയം കൊണ്ടു ശേഷിച്ച രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ. ആവിധി എന്നലറി ദശകണ്ഠനും മക്കളും തപ്പി ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തക്ഷണേ കണ്ഠം മുറിച്ച് വായിച്ചത്. അത് നേരം ഭൂമിയെ പതിച്ചൊരധികായം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കറുത്തേഴും പടനായകന്മാരും മന്ത്രികളും മരിച്ചേടിനാരേക്ക്. എന്തിനീ നല്ലത് ശങ്കര ദൈവമേ. ഇത്തം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തൻ നമസ്കരിച്ചേടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ജ്ഞാനിക ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടർത്തലും തീർത്ഥങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധം ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നത് കേട്ടു. തനയനെയും പുണർന്നേ സുധീനെ ജയിച്ചു വരിക നീ. പമ്പനാപുത്രനും കുമ്പിട്ട് താതന് തൻപടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭു പ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തുണ്ണി കുംഭില പൊക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചിതന്നേരം. രത്നമാല്യാംബര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപ്രദേശാന്യതം ഭക്തിപൂണ്ട് അഗ്നി ജ്വലിപ്പിച്ചത്. അഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി. നക്ഷന്തരാധിപുത്രനും എത്രയും വ്യക്തവർണ്ണസ്വര മന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ. ചിത്രഭാനു പ്രസാദത്താലവികൃതം സഹസ്രപാചാപര രഥാദികളോടും അന്തർധാന വിദ്യയും ദത്വാ നിരാകുലം ഹോമസമാധി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോയി ഞാനാശരൻ. പോർക്കളം പൊക്കോരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ.
മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണ തൂകിത്തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാൻ. വാരണവാജി പദാതിരഥികളും അന്തകന്ധൻപുരിയിൽ ചെന്നു പുക്കവർ അന്തം വരുന്നതോ കണ്ടൂരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ. ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തുമുറിഞ്ഞു വീഴും വെണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാൻ. വമ്പനാമർക്കടന്മാരുടെ മെയ്യിൽ വന്ന് 50, 100, 200, 500 അമ്പുകൾ കൊണ്ട് പിളർന്നു തരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീഴയിടിനാൻ. 50 ബാണം വിവിധനേറ്റു പുനരൊമ്പത് മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നടനും തറച്ചിതവണ്ണമേറ്റു ഗന്ധമാതനുന്മയിലും ഈരൊമ്പതേറ്റിതു നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമയിലും 6 ഫനസനും 7 വിനതൻ 6 സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറുമൊരു 50 കൂടെ വന്നേറ്റിതു 10 ശതപരി 9 ധൂമ്രനും 10 മുരട്ടും പ്രമാശിക്കമേറ്റിതു 10 പുനഃ 25 മേറ്റിതു ശക്തിയേറും വേഗവർദ്ധിക്കതുപോലെ 40 കൊണ്ടു ദതിമുഖന്മയിലും 42 ഗവാക്ഷനുമേറ്റിതു 3 ഗമയവനും 5 ശരവനും 3 ഒരു 4 മേറ്റു സുമുഖനും ദുർമുഖനേറ്റി 24 അമ്പ് സമാനമായി 25 ധാരനും ജ്യോതിർമുഖനും മറുപത്തേറ്റു പുനരാതങ്കമോടെ 50 അഗ്നിവദനും അങ്കരന്മേൽ 75 കൊണ്ടിതു തുങ്കന സുഗ്രീവനേറ്റു സരസതം ഇത്തം കപികുലനായകന്മാർ 67 കൂടിയും വീണിതു ഭൂതനെ മർക്കടന്മാർ 21 വെള്ളവും മർക്കടനേനും വീണോരനന്തരം ആപതില്ലേതും ഇതിനും നമുക്കെന്ന് ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം കൊണ്ട് പറഞ്ഞു നിൽക്കേ ദുഷ രാഘവന്മാരും ഏതു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷമമായി നിശ്ചലമായിരുന്നു ലോകമൃഗോളപാലീശ്വരയത്തിന് ആഖണ്ഡലാരിയും ശംഖനാഥൻ ചെയ്തു വേഗേനലങ്കയിൽ പുക്കിരുന്നീടിനാൻ. സ്മരണം ജയ ജയ രാമ രാമ. കൈകസി നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവന്നേരിലാപത്തു ഞാനും നോക്കു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. പുള്ളിയും മിന്നി കിടക്കുന്നതിൽ പ്രാണനുള്ളവർ ആരെന്നറിയണം എന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനും അന്നേരം ആയിനിയുള്ളതൊരു സഹായത്തിന് ആരാഗ്യ വേണമെന്നോർത്തവനും സദാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ശാഖാതവരിതിൽ ആരെന്നു നോക്കുവാൻ. ഏകാഗിയായി നടക്കുന്നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യം അറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിരിനാർ. പിന്നെയും പാദോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതാനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു കണ്ണു മിഴിപ്പാൻ അരുതാനിരിക്കുമ്പോൾ ചൊന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൾ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായില്ലെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണു മിഴിച്ചുകൂടാരുവിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിവാദിമേ. രാജസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനല്ലോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചു ദാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയണമിനിയണോ. ചോദിച്ചു ചാഷ്ടു വിഭീഷണൻ എന്തടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികൾ ആമവരേവരിയിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ മോദിച്ചിതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാക്കുമെന്നറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചില്ലെന്നാകെ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കൽ ആമോദം കൊണ്ട് വീണു വടങ്ങിനാൻ. പാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിനാൻ.
മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റു മരിച്ചൊരു ശാഖാമുഖങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീയല്ലേ. പോകവേണം നീ ഹിമവാനയും കടന്നാകുലമേറ്റം കൈലാസത്തോളം ശൈലത്തോളം കൈലാസ സന്നിധിയിങ്കലു കൃഷ്ണപാദ്രി മേലുണ്ടു ദിവ്യൗഷധങ്ങൾ അറിയുക നീ. നാലുണ്ടു ദിവ്യൗഷധങ്ങൾ ഇവറ്റിനും നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊടു പിമ്പു സന്താനകരണി, മൂന്നാമതും നല്ല സുവർണകരണി, നാലാമതും ചൊല്ലുവൻ ഞാൻ പ്രസഞ്ജീവനി സഖേ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും വേദസ്വരൂപങ്ങൾ എന്നും അറിയുക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും ആരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുക നന്ദന പോക നീ വൈകാതെ. ഇത്തം വിധീസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാമേറിനാൽ മേലൂവിനോളം വളർന്നു ചമഞ്ഞവൻ. വാരാനിധിയും കുലപർവ്വതങ്ങളും രാണ്ടയും രാക്ഷസരും നിറയ്ക്കും വണ്ണം ശങ്കാരഹീനം കരുത്തോടലതിനാൽ വായുവേഗേന കുതിച്ചുയർന്നം വരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും ദേദേതരാനദിയും മുളകാപുരം മേലുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതിയും വിസ്മയപ്പെട്ടു നോക്കിയിരിനാൻ. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുത വേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ വിശാലരാധീശനും ആരും അറിയാതെ ചെന്നു ചൊല്ലിയിരുന്നാൻ. ചാരവാക്യം കേട്ടു രാത്രിജനാധിപൻ വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളം അന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. മാരുതിയാരും രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിജരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ ആ പൂർണ്ണബോധം തൊഴുതു സന്തസ്തനായി. അജ്ഞാനികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൽ അക്കോദയവനും മുമ്പേ പല ഭൂതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തോരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പണി കൂടാതെ. ദുഃഖനിപീഡിതനായ രാവണനക്കാലിനെ വിതന്നോട് ചൊല്ലിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതും മുഖ്യ നിന്നോട് ചൊല്ലുവാനത്ര വന്നതും ശക്തിമാനാകയാൽ ലക്ഷ്മണൻ തന്നോട് ശക്തിയേറ്റാശു വീണിനാൻ മുതലേ. പിന്നെ വിരിഞ്ചാക്ഷമേമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും ഒന്നൂരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. എന്നിപ്പറയും മരിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊണ്ടുവാൻ മാരുത നന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോട് നീരുപായവും ചൊല്ലാമിരുന്നതോ. താപസനായി ചെന്നു മാർഗമധ്യേ പൊക്കും പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസ വാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ സാമമാമിനുടെ വാക്കു കേൾക്കണമേ. നിന്നെ കുറിച്ചുള്ള മരിപ്പതിനിക്കാലം എന്നുള്ളിലെയും ഏതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കെ മരിപ്പാൻ മനധാരിയിൽ എനിക്കേതുമില്ലൊരു സഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ മക്കളും നല്ല മൃത്യരും ഒക്കെ മരിച്ചു ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞതും ഒരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടും പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും അന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കണ്ടു. സീതയെ രാമനും കൊണ്ടക്കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാരണം തന്നിൽ നിവേശവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷ സുത്തായ ശുദ്ധതോയെ കുറിച്ച് അത്യന്ത ഭക്തിയോട് അക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രമേ ഭാഗ്യേശുഭാസനം പ്രാപിച്ചു ഭക്തനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചു ആത്മനീ കണ്ടുകൊണ്ട് ആത്മനാത്മന സ്വാത്മാദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവര ജംഗമ ജാതികളായുള്ള ദൈവദിവ്യം മനുഷ്യാദി ജന്തുക്കളും
ദേഹബുദ്ധിന്ദ്രിയങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആബ്രഹ്മതത്വപര്യന്തമായെന്തോന്നു താല്പര്യം കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടുന്നു. സൽഗുരുവുമായി എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകത സ്വർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണന്മയങ്ങളാൽ കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതുമായ പുത്രഗണങ്ങളും കാമക്രോധാദികളെല്ലാം ബുദ്ധികളും കൃഷ്ണാഹിംസാദികളിലും തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ വശത്താക്കുന്നത് ആത്മാവിനെ അവൾ കർത്തൃത്വ മുക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാവിശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം പ്രീണിച്ചു കൊണ്ടുവന്നു. ശുദ്ധനാത്മാപരനെ ഗനവനോടു യുക്തനായി വന്നു പുണർന്നു. ഓം ശ്രീകൃഷ്ണായ നമഃ. ശുദ്ധനാത്മാപരനെ ഗനവനോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടെ ആത്മാവിനെ താൻ മറക്കുന്നേ. അന്വഹമായ ഗുണവിശേഷൻ അന്വയം മായാ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതരായ യുവത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവ് ആത്മാവിനെ സ്പഷ്ടമായി സദാ വീഴുന്നതെല്ലാം അവന് വന്നു. തഥാ ദുഷ്ടാപ്രകൃതി ഗുണങ്ങളോട് അശുവേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യപ്രകൃതി വിമുക്തനായത് ജ്ഞാത്വാനിരസ്താശയാചിത കാമന ജ്ഞാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്കനീ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ധ്യാനിപ്പതിയിലോ സമർത്ഥനല്ലെങ്കിലോ മാനസേ ഭാവനേ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ബുദ്ധ്യ സ്വബുദ്ധ്യാ നിരന്തരം. കർണിക മധ്യേ സുവർണ പീഠോൽപ്പലേ രത്ന ഗണാഞ്ജിതേ നിർമ്മലേ കൃഷ്ണേ മൃദുധരേ സീതയാ സംശുദ്ധം ലക്ഷ്മണ സേവിതം ബാണധനുധരം വീരാസനസ്ഥം വിശാല വിലോചനം ഐരാവതീ തുല്യപീതാംബരധരം ആരകിരീട കേയൂരാംഗദാങ്കുലീയോരുക്ത രത്നാഞ്ജിത കുണ്ടല നൂപുര ചാരു കടഹ കടി സുസുഭ സാരസമാല്യ വനമാലികാധരം ശ്രീവത്സവക്ഷസൻ രാമം രമാകരം ശ്രീവാസുദേവം മുകുന്ദൻ ജനാർദ്ദനം സർവകൃതിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ജ്ഞാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിതം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേത് സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്ന അവിലെങ്ങനെ ജന്മം പിന്നെയുണ്ടാകുന്നു. ജന്മാന്തരത്തിങ്കലുള്ളോര് കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കണേ. ദൈവം പരിപൂർണനേകം സദാകൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാധിഹീനം പുരാണം ശിവൻ രാമദേവം ഭജിച്ചിടുന്നേ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേവി പറഞ്ഞു ഒരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താമ്രാക്ഷനായി വാളുമായി തൻ ഗളം ഛേദിപ്പതിനൊരും പെട്ടു ചൊല്ലിയിരനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമിടോ കാലനേവി ക്ഷണദാചരണം നേരം മൂലമെല്ലാം വിചാരിച്ച രാക്ഷസ രാജ ദുഷ്ടാത്മൻ മരുമതി രൂക്ഷ സ്വഭാവമതിന് കിം ഫലം. നിന്നുടെ ശാസനം ഞാൻ രക്ഷിപ്പവൻ എന്നോട് സൽക്കരിക്കുന്നു ധരിക്കണേ. സത്യസ്വരൂപനെ വഞ്ചിപ്പതിനു ഞാൻ ആദ്യ സമുദ്യുക്തനായ മടിയാതെ എന്ന് പറഞ്ഞു ഹിമാദ്രി പാർശ്വഭൃശം ചെന്നിരുന്ന മുനിവേഷമായി തൽക്കനെ കാണായി കാശ്രമമായ വിരചിതം നാനാ മുനിജനസേവിതമായതും ശിക്ഷ ജനപരി
ചാരക സംഹിത ഋഷ്യാശ്രമം കണ്ടു വായു തനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരാശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണം എൻ മനോവിഭ്രമമല്ലല്ലേ നാനാപ്രകാരവൻ താപസനെ കണ്ടു പാനീയപാനവൻ ചെയ്തു ദാഹം തീർത്ത് കാണാം മഹോഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലന്റെ ഗോപുംഗവാനുഗ്രഹാലിത്തം നിരൂപിച്ചൊരു യോജനായുധം വിസ്താരമാണ്ട മഹാശ്രമമശ്രമം രംഭാപനസ ഖർജൂര കേസരാമ്രാജി സമ്പൂർണ്ണ മത്യുച്ഛ തോയ വാപിയൂതം കാലനേമേ ശ്രീയാമാചരന്നു തത്രശാലയോടും ഇന്ദ്രയാഗം ദൃഢമാമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂടം പ്രസാദം വരുത്തിയിടുവാൻ പ്രത്യാശിവപൂജയും ചെയ്തു വാഴുന്ന നത്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവന ജന്മാത്മജ നന്ദനൻ രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശിക്കു സാമോദമെന്നു പോകുന്ന തപോനിധി ദേഹരക്ഷാർത്ഥം എവിടേക്ക് വന്നിരു ദാഹം പറഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ ഇങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെന്നുമേ പാർക്കരുതൻ മനോഗതം മാരുതി ചൊന്നത് കേട്ട് നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടുന്ന മാമകമായ കമണ്ഡല സഞ്ചല മാമയൻ തിരുവോളം കുടിച്ചിടുക ഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതു ദിവ്യ ദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നതു സവ്യക്തമായതുകൊണ്ട് ചൊല്ലിയിടുവൻ വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷകരാകയാൽ മോഹവൻ തീർന്നെഴുന്നേറ്റിരുന്ന എല്ലാവരും ഒരു മാഹവത്തിനൊരുമിച്ചു നിന്നീടിനാനിത്തമാകർന്ന് ചൊന്നാൽ കവിപുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരം പെരുതുമേദാഹം അതുകൊണ്ട് പോരാ കമണ്ഡല സംസ്ഥിതമാഞ്ചലം വായുതനയനേവൻ ചൊന്ന നേരത്തുമായ വിരചിതനായ വടുവിനെ തോയാകരം ചെന്ന് കാട്ടിക്കൊടുക്കെന്നു പോയോ മുതാതനേമിയും ചൊല്ലി ഞാൻ നിമീലനം ചെയ്ത് പാനീയവും പീത്വം മമാന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്ക് ഔഷധം കണ്ട് കിട്ടുവാനെന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നത് കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു ആവേദനം പ്രാപിച്ചു തന്നെ കുടിപ്പാൻ തുടങ്ങും ദേശാന്തരെ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ നിന്നു കളവാൻ ഒരുമ്പെട്ട നേരത്തു കണ്ണു മിഴിച്ചു കവീന്ദ്രനെ നോക്കി ഞാൻ വസ്ത്രം പിളർന്നു കണ്ടു ഒരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കവിവരൻ ദേഹമുപേക്ഷിച്ചു മേൽപോട്ട് പോയതു ലേഖിയും മിന്നൽ പോലെ തദത്യത്ഭുതം ദിവ്യവിമാനദേശിയെ കണ്ടി തന്നേരും ദിവ്യരൂപത്തോട് നാരിമണിയെയും ചേതോവരാകിയ അപ്സര ശ്രീമണി വാദാത്മജനോട് ചൊന്നാൽ നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്ന് വന്നു ശാപമോക്ഷം കവിവരാമുന്നം ഒരു അപ്സര ശ്രീ ഞാനൊരു മുനിതന്നുടെ ശാപേന രാക്ഷസിയായിരം തിരുമാനിജമേ നാമം മഹാമതി മാന്യനാം നീ ഇനി ഒന്ന് ധരിക്കണം അത്ര പുണ്യാത്രമേ നീ കണ്ട താപസൻ നക്ഷന്തരൻ കാലനേമി മഹാകലൻ രാവണപ്രേരിതനായി വന്നിരുന്നവൻ താപകമാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിരു താപസദേവ ഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ ശീഘ്രം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യ ഔഷധങ്ങളും കൊണ്ടങ്ങ് ചെന്നിനി ദ്രവ്യാതവം വംശമശേഷമെടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വാനരവീര കുശലം ഭവിക്കതേ പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതിമായാവിയാം കാലനേവിതൻ നന്ദിയെ ചെന്നാൻ അവനോട് ചെന്നാൻ അസുരനെ പറഞ്ഞിടുവാനിത്ര വൈകിയതെന്തിടോ കാലനേവി കളയാതെ കാലമിനി കളയാതെ വരികനെ മൂലമന്ത്രോപദേശം ചെയ്വനാശുനാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്തത് ദക്ഷനായി വന്നു കൂടും ഭവാൻ നിർണയം തൽക്ഷണയും മുഷ്ടിയും പത്വാദനം രക്ഷപ്രവിരോധനം കവിവരൻ ഒന്നടിച്ചാനത് കൊണ്ടവനന്തതാ ചെന്ന് പൊക്കിയിടനാൻ ധർമ്മരാജാലയം ദിവ്യ ഔഷധഫലം വായിക്കുന്നത് കൂടി വെച്ച് മേഘനാഥം വായിക്കും കുറേ ശ്രീരാറിനകത്തെ വരാൻ പറ്റില്ല എനിക്ക് ഔഷധ
ശ്രീരാഘവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടവനും കണ്ടിത ഔഷധമെന്ന് കണ്ടതുമില്ല. ഇതുവരെ കാണാനും കോപിച്ച് പർവ്വതനെ പരിചയനാങ്കെ പിടിച്ചവൻ ഒന്നവൻ നമ്പോട് രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ തീർത്തിയിടാൻ വൻപടയ്ക്കാൻ നേരം കൊണ്ടല്ലേ വർണ്ണനും പ്രീതി കൊണ്ടാൻ നീലകണ്ഠനുമാണെന്ന ഏറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരം ദോഷമകൻ എഴുന്നേറ്റതെല്ലാവരും ഇതൊരു സംശയമല്ലായെങ്കിൽ എങ്ങനെ രാത്രീന്ദ്രവനെ കൊല്ലുന്നില്ലെന്നൊരു ചെയ്തവരനന്തരം ഒന്നും എടുത്തുയർത്താൻ കവി പുങ്കവൻ വാനരൻ വന്നാനര നിമിഷം കൊണ്ട് പിന്നെയും വിജയം മരിച്ചു നിശാചരന്മാരുടെ യോഗ്യന രാക്ഷസർ വാരാനിധിയിലെത്തി എഴുതിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാഘവന്മാരും മഹാകവികളും ശോകമകന്നു തെളിഞ്ഞു വാഴുന്നു. ഭക്തനായകന്മാരോട് ചൊല്ലിനാൻ അർത്ഥതനയനും മംഗളനുള്ളത നിൽക്കരുതാരും പുറത്തിന് വാനരൊക്കെ കടക്കാമൊരിക്കാവാത് മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവെ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കരുതരെ കൂപതടാകങ്ങൾ കൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചര ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ എന്തോ പറഞ്ഞാൽ പുറത്തു പുറപ്പെട്ടു അന്തകൻ വീട്ടിനയക്കാം മനുഷ്യണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വച്ചു തുടങ്ങിനാർ. ഞായറാഴ്ച തീർക്കണ്ടേ? ഞായറാഴ്ച അല്ലേ ചക്രം? മറ്റേ തുടങ്ങണം. ഞായറാഴ്ച തീർക്കണം. ഇത്ര ദിവസം തീർക്കുമ്പോൾ മറ്റേ തുടങ്ങും. എനിക്ക് 10 മണിക്ക് അവിടെ പോകണം. വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെ ഗോപതടങ്ങൾ കൂർക്കകിടങ്ങൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചർ ഉൾക്കരുത്തുള്ളവർ ഇന്നുമുണ്ടെങ്കിലോ എന്തു പറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാം മനുഷ്യണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർണകേശങ്ങളും വാസിച്ച കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയാതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും ബിന്ദുവിനിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും ശക്രനോടങ്ങീപ്പാനനാകുലം മാരുതി ചുട്ടതിയിലേറെ നന്നായി ചെന്നച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിട്ടു. രാത്രി ജലസ്ത്രീകൾ വെന്തലറിപ്പാനും ആർത്തി മുഴുത്തു തെരുതരെ ചാകയും മാത്താണ്ട ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരി ചിത്തും ജയിച്ചതും എത്രയും കാത്തോളം അത്ഭുതം ഇന്നു പറയുകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രനാഥഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരനാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിട്ടു ചിന്താമുട്ടു യഥാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളതും കുംഭനോടാശുനി പോകിന്നു ചൊല്ലിനാൻ. കമ്പിയാലുള്ള നികുംബനും മുതിർന്നു പുറപ്പെട്ട കമ്പനൻ താനും ഭജങ്കനും വൻപുള്ള യുവാക്ഷനും ശോണിതാക്ഷനെ വൻപടയോടും പുറപ്പെട്ടു ചെല്ലുക കുംഭങ്ങളും രാത്രിയിലാക്തങ്ങളെടുത്തു ഗുരുതൊരു രാത്രിഞ്ചരന്മാർ ദുരിതരച്ചാകയും കൂർത്തശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും പാത്രങ്ങൾ വേവിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റും പിടിച്ചും അടിച്ചും ഇടിച്ചുമേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും പരാപരം തോറ്റുപോകാകിന്നു ചൊല്ലിയെടുക്കുകയും വാനര രാക്ഷസന്മാർ പൊരുദാനത്തിൽ മാനം നടിച്ചു ജനിച്ചു കളേവരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലാകുലി മുക്കിലേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോഴെടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും കമ്പം കൊണ്ടെന്ന് കമ്പം കലർന്നൊഴിച്ചാരത കണ്ടത ജമ്പാരി നന്ദന പുത്രനും ബോധിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്ദനും തുല്യ തുടർന്നടുത്താൻ പ്രജങ്കനും യുവാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചെടുത്താരവധൂ നേരമംഗലൻ കോണവന്മാർ മൂവരോടും പൊരുതനി ക്ഷീണനായി വന്നിടു ബാലി ധനയനും മൈന്ദനും ആശു വിവിധനുമായി തക്രമന്ദേതരം വന്നെടുത്താരതു നേരം ഒന്നാം പ്രജങ്കനെ താരേയനും അത പിന്നെയും വിവിധൻ മഹാബലൻ കൊന്നിടു ശോണിത നേത്രനെയും അത മൈന്ദൻ വിഭാക്ഷനെ കൊന്നു വീട്ടിയതിനാൽ നക്തഞ്ചരവരൻ മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനു ശരം പൊഴിച്ചിടിനാൻ വമ്പരാം
വാനരന്മാരൊക്കെ മണ്ടിന സുഗ്രീവനും പേരിലമ്മാറും ചാടി വിന്നുഗ്രതയോടു വിൽകളഞ്ഞിരിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുമ്പനെ പെട്ടെന്നെടുത്തെറിഞ്ഞിരിനാൻ അന്തി വാരാനിന്തിയും കലക്കി മരിച്ചതിൽ ഘോരനാം കുമ്പൻ കരേതി വന്നിരിനാൻ സൂര്യാത്മജനും അതുകൊണ്ട് കോപിച്ചു സൂര്യാത്മജാലയത്തിന്റെ അയച്ചിരിനാൻ സുഗ്രീവനഗ്രജനെ കൊന്നള നേരം അഗ്രജന്യ കുമ്പൻ അത്യുഗ്രന്യ മുങ്കൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ ഗണാജിരെ സിംഹനാഥം ചെയ്തെടുത്താൻ അതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ കുമ്പനും ദക്ഷനെ അടിച്ചാലി കുമ്പനും പാലിൽ നുറുങ്ങി വീണു തൽപരികവും ഉത്തമാകത്തെ പരിച്ചത് ഞാനൊരു വൃദ്ധനായൊരു ജഗത്പ്രാണനന്ദൻ പുത്രനും പേടിച്ചു മണ്ടിനാ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നെടുത്താൽ കവിവീരരും ലങ്കയിൽ പുക്കടച്ചാലും ചെന്നു ലങ്കേശനോടറിയിച്ചാലവസ്ഥകൾ കുമ്പാദികൾ മരിച്ചൊരു ദുർഗം കേട്ടു ജപ്പാനി വേദിയും വീതി മൂടിനാൻ പിന്നെ ഗരാത്മജനാമകരവിനോ അന്യൂന്യ ഗോപേന ചൊന്നാശാനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യ സമീപം പുറപ്പെട്ടു സന്നാഹമോടും അടുത്തു രണാങ്കണി വന്നക തുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരാൽ ചൊരിഞ്ഞിടിനാൻ നിന്നു കൂടാഞ്ഞു ഭയപ്പെട്ടു വാനങ്ങൾ ചെന്ന ഭയന്തരീകുന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടള വീരാമൻ സദ്വനും വില്ലും കൊടിയെ കുലച്ചുടൻ വില്ലാകളികളിൽ മുമ്പുള്ളവൻ തന്നോടും വില്ലെന്നണിഞ്ഞു പാടങ്ങൾ തൂക്കിടിനാൻ ഒന്നിനൊന്നൊപ്പമേ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം കൊന്നു നിൽക്കും നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഗരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും കൽപ്പാൻ തന്നിരുന്നൊരു ശാപവും തേരും പൊടി വിടുത്താനേതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനും നേരം പാലിനമാറു പാരമെടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ടവും വീർപ്പിച്ചു ദേവകൾ കാപത്തു പൊട്ടു തീർത്തിരിഞ്ഞാൽ രാവണി താനതറിഞ്ഞു കോപിച്ചുവൻ ഏവരെയും ഒരു ദാശു പുറത്താക്കി രാവണനോടറിയിച്ചാലു കേട്ടു രാവണനോടറിയിച്ചാലു കേട്ടു ദേവകുലാംഗതനാകിയ രാവണൻ ഈരേഴു ലോകം നടുവും പരിചാരകന്മാരോട് കൂടി പുറപ്പെട്ടപ്പോൾ അത് കണ്ടു മേഘനാഥനും തൊൽപാതയുക്തം പടിഞ്ചൊല്ലിയാൻ ഇപ്പോഴടിയൻ അരികളെ നിഗ്രഹിച്ചു പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപുരം മുക്കിരുന്നരുളിടുക സന്താപം ഉണ്ടാകാതിരുന്നു കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്നിച്ചു വൃത്രാജിത്തും പുറപ്പെട്ടു പോരുന്ന യുദ്ധോദ്യമം കണ്ടു സൗമിച്ചിരുന്നു കാകുസ്തനോടിത്തം ഉണർത്തിച്ചവരോട് ഞാൻ നിത്യം പറഞ്ഞു ഇങ്ങനെ രാവണ പുത്രൻ കപീവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയുടെ രംഗം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കേനമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർക്കുല ഉന്മൂലനാശം വരുത്തുക സത്വരം ലൗകിക്ക് ചൊന്ന വാക്കിനെ കേട്ടത് ശ്യാമഭദ്രസ്വാമി കാര്യം അരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരെയും ആയുധം പോയവരെയും വിശേഷിച്ചു നേരെ വരാവതരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും വൈതാമഹാസ്ത്രം പ്രയോഗിക്കണമെന്നത് പാദമുണ്ടാകാമതല്ലാതെ ഞാനിവരോട് പോചോദിക്കുവാൻ എല്ലാവരും നിന്റെ ദൈന്യെ കണ്ടു നിന്നിടുവിൻ എന്നതും ചെയ്തുവില്ലും കുലചന്തിയെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണി ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ മുക്കുമായ സീതയെ തേടി വച്ചുടൻ പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടു കവികളും ദേവിമായ സീതയെ കണ്ടു ദുഃഖിച്ചു ഭാരതീയും പരവശനായിട്ടു വാനരവീരന്മാരെല്ലാവരും കാണുന്നു തന്നോടും ജാനകി ദേവിയെ വെട്ടിനാൻ നിർഭയം അയ്യോ വിഭോ രാമ രാമേ വിവാവിട്ടു മയ്യൽ വീഴിയാൽ ഉറവിളിച്ചിരുന്നു ചോലയും പാലിൽ പരന്നിരുന്നു കണ്ടു മാഞ്ഞു ജാനകി എന്ന് കയറിയിരുന്നാൽ ശോഭയിലേതൊന്നും ഗിരിയുദ്ധത്തിൽ ആപത്തിൽ നിൽക്കാൻ പരമെന്നുള്ളത് ഈശ്വര നാമിനി പോവുക ഓം ശ്രീകൃഷ്ണനാമിനി വാങ്ങുക സീത
നാമിനി വാങ്ങുക സീതാവതമ്മ സ്വാമി തന്നൂർത്തി പഞ്ചമികളെ ശാഖാമൃഗാധിപന്മാരെയും മാറ്റു ശോകാതുരനായ മാരുതനന്ദനും ചൊല്ലുന്നതു കണ്ടു രാഘവനും കഥ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോട് സാകുല രാത്രി എന്നുകൊണ്ട് ഇങ്ങോട്ട് പോന്നിത് പോലിൽ പുറത്തിന് നീടുമാറില്ലവൻ നീവിടെ ചെന്നു ചെന്നീടുക സത്വന ലോകേശനന്ദന ഭക്തരുദേവ് ഇത്തമാ കന്യ വിധിസുതനും കവി സത്തമന്മാരുമായി ചെന്നൂലകൂതനും എന്തോന്നുകൊണ്ടിങ്ങ് വാങ്ങിപ്പോന്നിട്ടു നീ എന്തുകൊണ്ടുകൊണ്ട് വാങ്ങിക്കൊണ്ടിട്ടു ഭഗവാൻ എന്തു ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്കന്നി എന്ന നേരം വരുതാത്മജൻ ചൊല്ലി ഞാൻ നിന്നെ പേടിച്ചു വാങ്ങിയത് ഇന്ന് പേടിച്ചു വാങ്ങിയല്ല ഞാൻ ഉണ്ടായൊരവസ്ഥയും ഉണ്ടായിട്ടതിൽ ഇപ്പോഴേ ചെന്നു ജഗത്സ്വാമിയോട് ഉണർത്തിക്കണം പോലിക നീയും നോക്കിനീയുടൻ മാറ്റിക്കുന്നത് കേട്ടു താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിടും മൈതിരി തന്നുടെ നാശവൃത്താന്തമപ്പേരുമേ ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രിതാനുമ നേരം തിരുമണി ചെന്നു മടിയിലെടുത്തുയർത്തി ഞാൻ വന്നവൻ കഥ അഞ്ജനാപുത്രനും ചേർത്താനും അതു കണ്ടു നിശ്ചഞ്ചരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ച വീടേക്ക് വന്നു ഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞു മാതരീശ്വരാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈയിട പൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാർ എന്തറിഞ്ഞു വിഭോ യോഗേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായവരാ മായാധിപുണന മേഘരിതാനിധി കാര്യമനുഷ്ഠിച്ചതെന്തിനു നാശികൻ കർക്കടന്മാർ ചെന്നു ഉപദ്രവിച്ചില്ലാതെ തക്കത്തിലാശു നികുംബിലയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായി കൊണ്ടുകണ്ടൊരു ഉപായമത്യത്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ലെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ രാഘവ സ്വാമി ജയ ജയ മാനസ വാകുലന്തിരിയാനിലെ ലക്ഷ്മണനുമണിയനും കവികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം ഓർത്തുകാലം വളമീരൂരിയതുമേ യാത്രയക്കേണമെന്നും ഭീഷണൻ ചെന്നതു കേട്ടള ആലസ്യവും തീർന്നു വല്ലവൻ ഭോപാലനുക്ക് നൽകിയതിനാൽ വസ്തുവൃത്താന്തങ്ങളെല്ലാം ഗ്രഹിച്ച നേരത്തു വൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും മാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരീകൻ ലക്ഷ്മണനോട് മഹാകർഷേനയും രക്ഷോഭരനും നടന്നായിരുന്നു നേരം മൈന്ദൻ വിവിധൻ സുവേഷണൻ നളൻ ഇന്ദ്രാത്മജാത്മജൻ കേശകാരനും ശൂരൻ ഋഷഭൻ ശതപൻ വിരാതൻ വീരൻ പ്രമാദി ശതപരിജാമ്പവാൻ വാദാത്മജൻ ഏകദശീശാരനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിമുഖവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റു വിദ്യാദികളിലുള്ള കവികളും കുറ്റും നടന്നിട്ടു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു ലക്ഷ്മണൻ തന്നോട് മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംപുലയിൽ മുക്കിലു നിറഞ്ഞിട്ടു രക്തഞ്ചരവരൻ മകേച്ചുടലവൻ യുക്തിഹോമം തുടങ്ങിയതിനാൽ രാവണി കല്ലും മലയും മരവും എടുത്തു കൊണ്ടെല്ലാവരും എല്ലാവരുമായി എടുത്തു കവികളും ഓം ശ്രീകൃഷ്ണായ നമഃ ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാൽ അറ്റമില്ലാതൊരു രാക്ഷസവീരനും ഒറ്റുകയില്ല ഹോമം നമുക്കിങ്ങനെ പറ്റലരെ അഴിച്ചെന്നു പറ്റലരെ ചെറ്റകത്തി എഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കേൾപ്പോടെടുത്തു പോലിന്നെടുത്തിരിഞ്ഞാൽ അവിടെ രമണിച്ച് കുറച്ചെന്തെങ്കിലും മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവൻ ഒരു വഴി സംഭവൻ തന്നെ എടുത്തു നിർത്തിയിടിനാൽ വന്നു നികുംപുലയെ അക്കലമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കൊണ്ടത് തീർത്തു പറഞ്ഞു തുടങ്ങിനാൽ വീര കഴിഞ്ഞില്ല ഹോമം ഇവരെങ്കിൽ നേരെ വിളിച്ചെന്നു കണ്ടുകൂടാതെ മാർഗീനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവൻ മൃത്യു സമയം അടുത്ത ഇവനിനി യുദ്ധം തുടങ്ങുക വൈകരുതെന്നു യുദ്ധം വിഭീഷണൻ ചെന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തുങ്ങിയതിനാൽ പ്രത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തു മത്യസ്ത ശസ്ത്രങ്ങളിൽ നിന്നിനാൽ അപ്പോൾ കഴുത്തിയിലെടുത്തു മനുസുതനുൽപ്പന്ന മോദം കുമാരനെ സാധനം ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചെന്നാൽ ദശാനന പുത്രനും
രാക്ഷസജാതിയിൽ വന്നു പിറന്നു സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു കൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിരിഞ്ഞാൽ എത്രയും നന്നത് ചൊല്ലാമോ. ഗോത്രവിനാശനം വരുത്തും ജനങ്ങൾക്ക് പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. പൂർവലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധജനം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതും കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയുക നീ വംശം മുടിക്കുന്നതിനു നീ ഏതുവൻ. സംശയമില്ല വിചാരിക്ക മനസ്സിൽ. ശ്രീകൃഷ്ണ സംശയമില്ല വിചാരിക്ക മനസ്സിൽ. വംശത്തെ രക്ഷിച്ചു കൊണ്ടുപോകാനെന്നു ഞാൻ അംശം മാലികുല നായകാനുഗ്രഹാലിനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ പാടുകൾ തോന്നി കുമാരനും എല്ലാം നീതു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാശിഷവും ഇന്ദ്രിയോട് തന്നവൻ. രണ്ടും ദിനമമ്മ ബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊള്ളല്ലെങ്കിൽ ഇന്നു ഞാൻ നിന്നോട് കൊണ്ടു ജന്തുക്കൾക്ക് ഭക്ഷണമേകുവൻ. യുദ്ധം പറഞ്ഞൊരു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ തീരിനാനേറ്റവും 10 ബാണം വായു പുത്രനെ എത്തിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമേതു വാനരവീരനും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാൻ ഞാൻ തക്ഷണെ ബാണം പൊഴിയും വണ്ണ ബാണം മഴ പൊഴിയും വണ്ണ ലക്ഷ്മണൻ തുങ്കിന ശക്രാലി തന്മേനി പുത്രാലിച്ചിട്ടും സഹസ്രശരേണ ശരസഹസ്രേണ സൗമിത്രികവചം നുറുക്കിയിട്ടിരിനാൽ രക്താഭിഷിക്ത ശരീരികളായിരുന്നു നക്തഞ്ചരേന്ദ്രനും സുമിത്രാതനേനും കാലമെടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ചു നിസാരമായി ഒരു വില്ലും മുറിച്ചിരിനാൽ മറ്റൊരു പ്രാപത്തേലും മുറിച്ചു. മറ്റൊരു പ്രാപത്തെ എടുത്തു കുലച്ചവൻ അറ്റമില്ലാതുള്ള പാഴങ്ങൾ തുങ്ങിയാൽ പിന്നെ മുന്നപ്പ് ഏതതും മുറിച്ചിരിനാൽ മന്നവൻ പങ്കിരണ്ട് ആത്മജനങ്ങനെ ഊറ്റമായുള്ള ഒരു വില്ലും പൊഴിയെ കുലച്ചേറ്റമെടുത്തു ബാണങ്ങൾ തുങ്ങിയ സത്വരലങ്കയിൽ മുകുലേലും കൂട്ടി വികൃതം വന്നിട്ടു. രാവണപുത്രനും ആരും അറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചു തന്നേരം. ഘോരമായുണ്ടായ സാഗരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാൻ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ളവരുണ്ടായതിൽ ഇനി ഉണ്ടാകുകയുമില്ല. കണ്ടാലും ദിവസം വീരപുരുഷന്മാർ ഉണ്ടോ ജഗത്തിങ്കൽ മധ്യവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൽ മധ്യേ ദിവസം ത്രയം കഴിഞ്ഞു വൃഷം വാസനം 3 കഴിഞ്ഞോരനന്തരം വാസ്തവദേവത വസ്ത്രം കുമാരനും രാഘവം ചേർന്നു കരയനെ സംഘിപ്പിച്ചു. രാഘവന്തൻ പാതാപോലുകം മാനസെ ഉറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ട ആത്മജൻ കണ്ടവും ഛേദിച്ചു. സിന്ധു ജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തര തുണിയിൽ ചെന്നു മുക്കൂശലം ഭൂമിയിൽ വീണുതു. രാവണി തന്നുടൻ ആമയം തീർന്നു ലോകത്രയത്തിനും. സന്തുഷ്ട മാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൻ. പുഷ്പങ്ങളും വർഷിച്ചാനുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങിയതാ ഗോത്രാരിതാനും പ്രസാദിച്ചിരേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദുർദുബി തന്നോട് ദുർദുബി ആദവും ഘോഷിച്ചിരേറ്റവും നന്ദിച്ചിരാശു ഗുരിഞ്ചനും അന്നേരം. ശങ്കാവിഹീനം ചെറുഞ്ഞാമലിട്ടു ശങ്കും വിളിച്ചുടൻ സിംഹനാഥം ചെയ്തു വാതരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ശരണാമുജൻ കൂപ്പിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവൻ ഉടമോദം മുകർന്നേറിനാൻ. മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്ടരൻ എത്രയും നീ ചെയ്ത കാര്യം. രാവണിയുടെ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയുക നീ. വൃദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ. പുത്രൻ മരിച്ചത് കേട്ടോര് രാവണൻ വീണത് ഭൂമിയിൽ മോഹം കലർന്നത് ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങി. കുമാരമണ്ഡോദരി നന്ദന ആഹാസുകുമാര വീര മനോഹര മൽക്കർമ്മദോഷങ്ങൾ എന്തെല്ലാവതും ദുഃഖമിരുന്നു മറക്കുന്ന ഉള്ളിൽ ഞാൻ. പിന്നവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നും നന്നായി ഇറങ്ങിയിടുമാറായതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞു നിരൂപിച്ചു മറ്റകൾ മുഴുത്തു കരഞ്ഞു തുടങ്ങി ഞാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണം എന്നതുകൊണ്ട് ഞാൻ കൊന്ന അവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലമേ.
ഖഡ്ഗവും ഓങ്ങിച്ചേരിച്ചലറിച്ചത്ര നിർഗമിച്ചേടനൻ ക്രുദ്ധനാൻ രാവണൻ സീതയും ദുഷ്ടനാൻ രാവണനെ കണ്ടു വിരയായി എത്രയും ഭയപതുഗാത്രിയായി ആ രാമ രാമ രാമേരി ജപത്തോടും ആ രാമദേശേ വസിക്കും ദശാന്തരെ ബുദ്ധിമാനായ സുഭാർശൻ നയജ്ഞനത്യുത്തമൻ കർപ്പൂരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്ത് നിർത്തി പറഞ്ഞാവതെല്ലാം നീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്നു ജഗത്രയ സമ്മതം താപകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിൽ ആവതല്ലോർക്കിൽ സൂഹനും അനന്തരം ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലു ഭവൻ പൗരസ്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മാതിരേന്ദ്രിയൻ വേദവിദ്യാവ്രത സ്നാന പരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാനിന്നു യുദ്ധാന്തരെ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും ശ്രീവധമാകിയ കർമ്മത്തിനാശനെ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം ശാസ്ത്രീഞ്ചരപ്രവര പ്രഭോ മായാസാർത്ഥം വിരവോട് പോരിക പോരിനായി വാനരന്മാരെയും മാനേന പോർച്ചെയ്തു കൊന്നു കളഞ്ഞു ജാനകി ദേവിയെ പ്രാപിച്ചുകൊള്ളുക മാനസതാപം ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശൻ പറഞ്ഞതു യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപേ ചെന്നരും എത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടവരായുള്ള നിശാചരന്മാരുമായി കുഷ്ഠരോഷം പുറപ്പെട്ടു പോരിനാൽ ചെന്ന് രക്ഷോബലൻ രാവണനവഷ്ടണം ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായ നിർഭയം. പിന്നെ രഘുത്തവൻ ബാണങ്ങളെ ഇത് ഭിന്നമാക്കിയിട്ടാൻ രാവണദേഹവും പാരം മുറിഞ്ഞ് തളർന്ന് വശം കേട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനൻ പോരുമിനി മമ പോരുമെന്നോർത്തത് പീരുക ഇലങ്കാപുരം സുഖാനന്തരം. രാവണയുദ്ധം കുറേ പേരുണ്ടല്ലോ. എനിക്കിപ്പോൾ അതിലെ കുറേ ഈ ശിവേശ്വരത്ത് ഇനി രാവണന്റെ ഹോമവിക്കും അത് ശിവേശ്വരത്ത് ഒരു പെണ്ണുങ്ങൾ പണിക്ക് വരുന്നു. രാവണന്റെ ഇനി തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇഷ്ടമന്യോന്യം പറഞ്ഞിരിക്കും നേരം അല്ല അത് വായിച്ചു. ശുക്രനെ ചെന്ന് നമസ്കരിച്ച് എത്രയും അർക്കാത്മജാതിയ മർക്കടകം കുറേ ചെയ്യുന്ന ഇനി ചെല്ലുന്നത് ശുക്രനെ ചെന്നു രാവണന്റെ ഹോമവിക്കും ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുക്രവദനായിരുന്നു ചൊല്ലിയിടി ഞാൻ അർക്കാത്മജന രാമരാമ യുദ്ധത്തിന്റെ നിർത്താൻ നാളെ കുറെ വായിക്കാം. പിന്നെ അർക്കാത്മജാതിയ പെണ്ണുങ്ങൾ പണിക്ക് അന്നേ പറഞ്ഞു ഇന്ന് വരുന്നവർ ഇവിടെ അല്ല ശിവേശ്വര അമ്പലത്തിൽ കാടല്ലെങ്കിൽ അന്നേ കുറേ സുഖം പറഞ്ഞു ഒക്കെ ഒരുമിച്ച് വാലികളും ഇക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. അപ്പോ നമ്മളീച്ച് എനിക്ക് വായിച്ചിട്ട് കൊണ്ടുവരുന്നത് അക്കാത്മജാതിയ ഇക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ച ചക്രാരി മുഖ്യനി ചാന്ദ്രന്മാരെയും ഒക്കെ ഒതുക്കി ഞാൻ ഏകാക്കിയായിരുന്നു. ദുഃഖം ഉൾക്കൊണ്ടിരിക്കുമാറായിരുന്നു. സൽഗുരു ശിഷ്യനല്ലോ വിജ്ഞാനിയാക്കിയ രാവണനാണെങ്കിൽ വിജ്ഞാനിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചില്ലെങ്കിലും ദേവതമാരെ പ്രസാദം വരുത്തുക ശീഘ്രമൊരുങ്ങുകയും ദീപു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലെ ചെന്നിരുന്നാശിനി ഹോമം തുടങ്ങുക ഒന്നുകൂടുക എന്നാൽ നിനക്കിട വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നെങ്കിൽ അഗ്നികുണ്ടത്തിൽ നിന്ന് പുറപ്പെടും പാടത്തുണ്ണീരെ ശാപദാശ്രാദികൾ വാനവരന്മാരും അജയ്യന പിന്നെ നീ മന്ത്രം ചോദിച്ചുകൊണ്ട് എന്നോട് സാദരം അന്തരമിന്നിയ ഹോമം കഴിക്കുന്ന ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോഗണത്തിന് ആകിയ രാവണൻ പന്നകലോക സമാനമാക്കി തന്നുടെ മണ്ണിന് തന്നെ ഗുഹാതരം ദിവ്യമാകാവുകി ഹോമായ സൽദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ഗംഗാപുരദ്വാരെ മുഖ്യ ബന്ധിച്ചത് ശങ്കാവിഹീന മകമ്പുക്ക് ശുദ്ധനാൻ ധ്യാനം ഉറപ്പിച്ചു കൽപ്പനം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങി. വ്യോമമാർഗത്തോളം ഉചിതമായ ഒരു ഹോമധൂപം കണ്ടു രാവണസോദരൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിരുന്നത് ഹോമം തുടങ്ങി. ദശാനന് മന്നവ ഹോമം കഴിഞ്ഞ് കുടുക്കിയിലെ തുണി മാവോമനോട് ചെയ്തും മഹാബലെ ഹോമം മുടക്കുവാൻ അയച്ചിടുക സാമോദമാശു കവികുല വിരലി
ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്ര അംഗകാദികൾ ഒത്തവേ 100 കോടി പടയോടും മഹാമതിലേറി കടന്നു രാവണ മന്ദിരം മുക്കു പുരപാലകന്മാരെയും കൊന്നു മക്കളെ വീരരൊരുമി അനാകുലം വാഴണ വാജി രഥങ്ങളെയും കൂടി ചാരാനുതത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽ സലമ വിജയകര സന്ധ്യ സൂചിപ്പിച്ചിട്ടു ദശഗ്രീവ ഹോമസ്ഥലം ഹോമ ഗുഹ ദ്വാര ബന്ധന പാഷാണ മാമയ ഹീനം പൊടിവിടു തങ്കരൻ പത്ര ഗുഹയിൽ അകമ്പുക്ക നേരത്തു നക്തൻ ജനേന്ദ്രനെ കാണായി വന്നിയെ മറ്റുള്ളവങ്ങളും തെറ്റുന്നു ഗുഹയിലിറങ്ങിയ കണ്ണുമടച്ചുടൻ വ്യാപിച്ചിരിക്കുമ മുന്നേ ജനാധിപതി കണ്ടുവാനെ താഴ്ചു മുഖ്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സമ്മാന സന്ധ്യയെ കൊല്ലത്തിൽ ഒന്നേ ഒരിക്കലെ മോഹിച്ചു ഗണ്ഡിച്ചിട്ടു മേഘരാജാവും രാവണൻ കയ്യിലിരുന്ന മഹാശ്രവം പാവനി ശീഘ്രം പിടിച്ചു വലിച്ചുടൻ താടനം ചെയ്താൽ അതുകൊണ്ട് സത്വരം കൂടെയാവാന്റെ ശ്രേഷ്ഠൻ മഹാബലൻ വ്രതങ്ങൾ കൊണ്ടും നഗങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീഴിനാനേറ്റവും ജ്ഞാനത്തിനേന്നും വിളക്കമുണ്ടായില്ല മനസ്സിൽ രാവണനും ജയകാംക്ഷയ മണ്ടോദരിയെ പിടിച്ചു ഭരിച്ചു മണ്ഡലമെല്ലാം നുറുക്കിയ കീഴിനാൽ വിശ്വസ്തനായി പഞ്ചുകഹീനായി വിശ്വസ്തനായി ലാഭം തുടങ്ങിയിരുന്ന വാനരന്മാരെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്ടത ചെയ്തു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസീശ്വര മൗനം ഭവാനോടമില്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിൽ താശുഖവിവരൻ എന്നെ തലമുടി വെച്ച് പിടിവിട്ടു കാടിൽ ഇളയ്ക്കുന്നതും വണ്ടി വിപതുപോലെ പരിമോഹമോർത്തിച്ചമതി ഇതിനായി കൊണ്ടു ജ്ഞാനമോഹവും അന്തർഗതമേ എന്നോട് തുറന്നത് ജീവിതാശാനെ വലിയ സിമാനത് ഹാവി ജീവൈവവും എത്ര യുഗത്തിലും അർത്ഥം പുരുഷനും ഭാര്യയെല്ലോ കൂടി ശത്രുപ്രകടനങ്ങളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കുകയും മൃത്യുഭവിക്കുന്നത് ഉത്തമമേവനും നാണവും ഭക്തിയും വേണ്ടിയിലവരുടെ പ്രാണഭയം കൊണ്ടും മുതൽ മഹാകലൻ ഭാര്യാവിലാപങ്ങൾ കേട്ടു ധൈര്യമകത്തുകൾ വാളുമായി സത്വര അംഗനോട് അടുത്താനത് കൊണ്ട് തുമ്പശരീരികളായ കവികൾ രാത്രി ജനേശ്വര പത്നിയെയുമായി ശാന്തു പിടിച്ചതും പുറത്തു പോന്നിരുന്ന ഹോമശേഷം മുടക്കി വയമിന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിനാൽ മണ്ടോദരിയോട് അനുസരിച്ച നേരം പണ്ഡിതനായ ശാസ്യനെ ചൊല്ലിനാൻ അതേ ധരിക്ക ദൈവാധീനം എത്രയും ജാതനായാൽ മതിക്കുന്നതിൽ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശുദ്ധ്യ ശോകം കളഞ്ഞിരു വിജ്ഞാന വിനാശനം ശോകമതികനെ അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനനാശാതക അഹങ്കാരമായതും നിശ്ചലമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹം മൂലം പുത്രനാരാധി ബന്ധവും ദേഹിക്കു സംസാരവും കാരണം ശോകമയ ക്രോധ ലോപോ മോഹസ്പൃഹ രാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജന്മങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളകൾ ജ്ഞാന സ്വരൂപനാത്മാപരനദ്വൈനാഭ്യന്തപൂർണ്ണ സ്വരൂപനദേവകൻ ഒന്നിനോടില്ല സംയോഗം ഒന്നിനും മറ്റൊന്നിനോടുമില്ല വിരോധമൊരിക്കലും ആത്മനെ കണ്ടുതിരിക്കുന്നതിന് ആത്മനിശോകം ഘടകവും അല്ലത് ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും ആന്റന്മാരെയും ഒന്നോരെയോ അല്ലെങ്കിലോ രാമസായികമേറ്റു കൈവല്യവും പ്രായപ്പനിതോ സത്യേന്യരാമൻപുര ശ്രീയുഗസിലെ ഒന്നുകളഞ്ഞത് എന്നോടുകൂടെ ഭാവകത്തങ്ങൾ പതിച്ചു ഭരിക്കുന്ന ഭാവനയോടും എന്നാൽ ഗതിയും വരും എതിർച്ചെടുത്തിട്ട് മണ്ഡോദരി ജീവനോടിത്തം പറഞ്ഞാൽ രാഘവനിയും പതിനത് അരുതാത്മമേ ലോകത്രയെന്തെങ്കിലും ധരിക്കൽ സാക്ഷാത് പ്രധാന പുരുഷോത്തമനായ മോക്ഷനെ നാരായണൻ രാമനായിട്ടും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചത് രാജീവലോചന 1 ലക്ഷം യോജന വിസ്തൃതമായൊരു ക്ഷീരസമുദ്ര മദനകാലേപുര ഘോരമാമന്തരം വൃഷ്ടി ധരിച്ചതും മതിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മനിനെ തെറ്റുമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായ ഒരു ഹിരണ്യാശുതൻ മാർഗം കൈതവും കൊണ്ടുപോയതും 3 അടി മണ്ണു വലിയോടി അടിച്ചു മൂലവും നദിയായ ക്ഷത്രിയായ പെരുമനസുരന്മാരിൽ വധിപ്പതി നൈജമദജ്ഞ പുത്രനായ രാമനാമത്തെ ധരിച്ചതും ബുദ്ധിപതിയായ രാമജീവനിൽ മാർത്താണ്ഡവംശേന ശ്രീരപുത്രനായ രാത്രി സുധവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതരെ വന്നു പിറന്നതും ഇന്നു ധരിക്കതി പുത്രവിനാശം വരുത്തുവാനുണ്ടവ മൃത്യു ഭവിപ്പാനുമായി നീയവനുടെ വല്ലഭയെ കണ്ടുകൊണ്ടുപോന്നു ഇതാ നിർലജ്ജനാകെ മൂലജലപ്രഭു വൈദ്യകിയെ കൊടുത്തിടുക രാമന് സോദരനായി കൊണ്ടു രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനിക്കാനന മാർഗദർശനം മണ്ടോദരി വാക്കു കേട്ട ഒരു രാവൺ ചണ്ടപരാക്രമം ചൊന്നാലോ നേരം പുത്രമിത്രാത്മാദ്യ സഹോദരന്മാരെയും മൃത്യുവരുത്തിയ അനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭവിച്ചവണ്ണം ഭവിക്കേണ്ടുന്നത് രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യം അനുഭവിച്ചിടുവൻ യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരു പെട്ടു ബന്ധബോധം പുറപ്പെട്ടിതു രാവണൻ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ
സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ സുധീരമതാം രാമ രാമ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്നത്തെ രാമായണ പാരായണം ഭഗവാന്റെ കൃപാൽ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ ശങ്കരാചാര്യ വിഷ്ണു ഇതം സംവിധം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരം ഓംകാരഗമ്യം അനാദീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം